യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 4-ാമത്തെ വാക്യം. പീലാത്തോസ് പിന്നെയും പുറത്തു വന്നു. ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവനെ നിങ്ങളുടെ അടുക്കൽ ഇതാ പുറത്തു കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞു. പീലാത്തോസ് യേശുവിനെ കൊണ്ടുപോയി വാറുകൊണ്ട് അടുപ്പിച്ചതിന് ശേഷം പുറത്തു വന്ന് ജനത്തോട് പറയുന്ന പ്രധാനപ്പെട്ട ഒരു വാചകമാണ്, ഞാൻ യേശുവിൽ ഒരു കുറ്റവും കാണുന്നില്ല. 18-ാം അധ്യായം 38-ാം വചനത്തിൻ്റെ അവസാന ഭാഗവും ഇങ്ങനെ തന്നെയാണ് പറയുന്നത്, ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. 19-ാം അധ്യായം 6-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോഴും പീലാത്തോസ് വീണ്ടും പറയുന്നൊരു കാര്യം, ഞാനോ അവനിൽ കുറ്റം കാണുന്നില്ല. യാതൊരു കുറ്റവും ഇല്ലാത്ത യേശുവിനെ പിന്നെ എന്തിനാണ് വാറുകൊണ്ട് അടിപ്പിക്കുന്നത്, ധൂമ്രവസ്ത്രം ധരിപ്പിക്കുന്നത്, കന്നത്ത് അടിക്കുന്നത്, ക്രൂശിക്കുവാൻ ഏൽപ്പിക്കുന്നത്? മാനവജാതിയുടെ മുഴുവൻ പാപവും തൻ്റെ ശരീരത്തിന്മേൽ വഹിച്ചാണ് യേശു കർത്താവ് ക്രൂശിൽ മരിക്കുന്നത്. യാതൊരു തെറ്റും ചെയ്തിട്ടില്ലാത്ത കർത്താവായ യേശു ക്രിസ്തു എന്നെയും നിങ്ങളെയും സ്നേഹിച്ചപ്പോൾ ഈ ലോകത്തിലുള്ള മുഴുവൻ ജാതികളുടെയും മുഴുവൻ ജനത്തിൻ്റെയും പാപം തൻ്റെ ശരീരത്തിന്മേൽ വഹിച്ച് എനിക്കും നിങ്ങൾക്കും വേണ്ടി യാഗമായി തീർന്ന അതുല്യനായ കർത്താവ്, ഈ കർത്താവിനെ അക്ഷയമായി നമുക്ക് സ്നേഹിക്കാം.